എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ സൗമ്യമാനസം കുറച്ച് സ്റ്റക്കായി നിൽക്കുമായിരുന്നു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ. എന്താണെന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരുന്ന ഫോൺ ഇത്തിരി കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ കുറച്ച് പഴയ ഫോണായിരുന്നു, ഹസ്ബൻഡ് ഉപയോഗിച്ച് പകരം എനിക്ക് തന്നതാണ്. അപ്പം എനിക്ക് വേറൊരു ചാനലുണ്ട്, മാനസം എന്നാണ്. എൻ്റെ ഒരു കണ്ണിൻ്റെ സിമ്പലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എനിക്കൊരു ചാനലുണ്ട്. അപ്പം അത് തുടങ്ങിയ ശേഷമാണ് ഞാൻ ഇത് സൗമ്യമാനസം എന്ന ചാനൽ തുടങ്ങിയത്. പക്ഷേ അതിലേക്കാട്ടി കൂടുതൽ എനിക്ക് വ്യൂ ആദ്യം തന്നെ കിട്ടിത്തുടങ്ങിയത് എൻ്റെ ഈ ചാനൽ തന്നെയാണ്. കാരണം ഞാൻ പഠിച്ച വിഷയം എനിക്ക് കൂടുതലായിട്ട് അറിയാവുന്നത് എന്തോ ഒരു ഭാഗ്യം ഇതിലാണ് എനിക്ക് കൂടുതൽ കണ്ടു തുടങ്ങിയത്. പക്ഷേ ഫോൺ കംപ്ലൈൻ്റ് ആയതോടുകൂടി എനിക്ക് ചാനൽ മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അതിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് ഈ ചാനലിലേക്ക് സ്വിച്ച് മാറാൻ പറ്റില്ലായിരുന്നു. ആ ഒരു സ്റ്റേജായിരുന്നു ഇപ്പോൾ ആദ്യം. പിന്നീട് യൂട്യൂബ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഈ ചാനലിലേക്ക് കടന്നു വരാൻ ഒരു മാർഗവും ഉണ്ടായില്ല. അതങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നീട് ഒരു മാർഗവും ഇല്ല എന്ന സ്റ്റേജ് വന്നപ്പോൾ പുതിയ ഫോൺ വാങ്ങിക്കാൻ തയ്യാറായി. അങ്ങനെ പുതിയ ഫോൺ വാങ്ങി. കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്. അപ്പം എനിക്ക് ആദ്യം ആ ചാനലിൽ ഉള്ള കാര്യങ്ങളൊന്ന് ക്രമീകരിച്ചതിന് ശേഷം ഇതിലേക്ക് വന്നിട്ട് പഴയ പോലെ തന്നെ ഈ രണ്ട് ചാനലും എനിക്ക് മുന്നോട്ട് ഒരുപോലെ കൊണ്ടുപോകണം എന്ന മനസ്സിലാണ് ഇത്രയും ദിവസം താമസിച്ചത്. അപ്പം വീണ്ടും ഞാൻ എൻ്റെ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അറിയാമല്ലോ, ഞാൻ ഒരുപാടൊന്നും പഠിച്ചിട്ടല്ലെങ്കിലും മലയാളത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായി. നെറ്റ് എഴുതണമെന്നുള്ള വിചാരത്തോടു കൂടി ബുക്സൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ തുടങ്ങിയിട്ടില്ല. ഒരിക്കൽ എഴുതാനായിട്ട് ഞാൻ ആപ്ലിക്കേഷനൊക്കെ റെഡിയാക്കാനായിട്ട് പോയി. പക്ഷെ അന്ന് എനിക്ക് പറ്റിയില്ല അത് ചെയ്യാൻ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം. പിന്നീട് ഞാൻ ശ്രമിച്ചില്ല അതിന് വേണ്ടിയിട്ട്. പിന്നെ കുഞ്ഞുമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി. അതുകൊണ്ട് തന്നെ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. ഓക്കെ.